ഹായ് ഹലോ, എന്തൊക്കെ വർത്താനം? സുഖമാണ് എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് നോമ്പാണല്ലേ. അപ്പോൾ ഇത് നോമ്പിൻ്റെ തലേ ദിവസം എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ആ വീഡിയോ ഇന്ന് നോമ്പിൻ്റെ അന്നാണ് എനിക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ എന്നാൽ ഇന്ന് നോമ്പില്ലാത്ത അന്നത്തെ വീഡിയോ ആണ് കേട്ടത്. അപ്പോൾ ഇന്ന് എല്ലാവർക്കും നോമ്പാവൂലേ? എല്ലാവർക്കും ക്ഷീണമൊക്കെ ഉണ്ടോ? 3 മണിക്കാണ് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യണത്. അപ്പോഴത്തേനും എന്താ പറയുക, 3 മണിയൊക്കെ ആകുമ്പോഴത്തേനും നമ്മൾ വൈകുന്നേരത്തിന് നോമ്പ് തുറക്കാനുള്ള പരിപാടിയൊക്കെ ആവുമല്ലോ അല്ലേ. അപ്പോൾ അതിൻ്റെ തലേ ദിവസം എടുത്ത വീഡിയോ ആയതുകൊണ്ടാണ് ഇപ്പോൾ ഇത് ഞാൻ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഞാൻ തലേ ദിവസം നോമ്പ് പണി എല്ലാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കണമല്ലോ, എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നോമ്പ് വന്നാൽ മതിയല്ലോ. പിന്നെ വേറെ കുറച്ച് പണികളും തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ തീ പിടിപ്പിക്കുകയാണ് അടുപ്പത്ത്. തലേ ദിവസം വെണ്ണീറൊക്കെ കോരി വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇങ്ങോട്ട് കുറച്ച് ഗസ്റ്റുകൾ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് നമ്മളെ വീട്ടിൽ സാധാരണ ഫുഡ്, അല്ലാതെ വെറൈറ്റീസ് ഫുഡോ ഫാസ്റ്റ് ഫുഡോ ഒന്നും അല്ല കേട്ടോ. സാധാരണ നമ്മളെ ചോറ് കൂട്ടാൻ അല്ലാതെ അത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ 2-3 ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ അവർക്കും കൂടെ ഉള്ള ഫുഡ് ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ തീ പിടിപ്പിച്ചിട്ടുണ്ട്. ചോറിന് വെള്ളം വെക്കുകയാണ്. ചോറ് വെന്തിട്ട് എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, കുഷിയായിട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാക്കണില്ല. അവർ ഉച്ചയാകുമ്പത്തിന് എത്തുന്നു വലിയ ഉറപ്പൊന്നുമില്ല. ചിലപ്പോൾ എത്തിയാലും ഇനി അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കാമല്ലോ വിചാരിച്ചിട്ട് ഞാൻ കുറച്ചധികം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ വരികയാണെങ്കിൽ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് വെള്ളം പിടിച്ചിരിക്കണ്. തീയത അടിപൊളിയായിട്ട് പിടിച്ച് കിട്ടി. റബ്ബർ വിറകാകുമ്പോൾ അങ്ങനെയാണല്ലോ, പെട്ടെന്ന് തീ കത്തി പിടിച്ച് കിട്ടും, പെട്ടെന്ന് വെള്ളം ചൂടാവും ചെയ്യും കേട്ടോ. പണികളൊക്കെ പെട്ടെന്ന് ഒരുങ്ങും. ഗ്യാസ് ആകുമ്പോൾ പിന്നെ അങ്ങനെയൊന്നും പെട്ടെന്ന് പണി ഒരുങ്ങാനൊക്കെ ഒരു പ്രയാസമാണ് ഗ്യാസ്. അപ്പോൾ ഗ്യാസ് ആകുമ്പോൾ എന്താ പറയുക, നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് തീർക്കണം എന്നാണല്ലോ. ഗ്യാസ് ഇങ്ങനെ കത്തി തീരുമ്പോൾ നമ്മുടെ ഗ്യാസ് തീർന്ന് വരല്ലേ. അപ്പോൾ ഒരു ടെൻഷനാവും ഗ്യാസ് അടുപ്പത്ത് ചോറൊക്കെ വയ്ക്കുമ്പോൾ. അപ്പോൾ വിറകൊക്കെ കത്തി പിടിച്ച് വെള്ളം തിളച്ച് ഞാനിതാ അരി അടുപ്പത്ത് ഇടാൻ പോവുകയാണ്. അരി കഴുകി കുറച്ചധികം ചോറുണ്ടാവും ഇപ്പം കേട്ടോ. ഒരു 2 നാഴി അരിയൊക്കെ വെക്കുന്നിടത്തൊരു 2.25 നാഴി അരിയൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഭക്ഷണം വേണമെന്നുണ്ടെങ്കിൽ കുറവ് വരാൻ പാടില്ലല്ലോ. അങ്ങനെ ചോറ് വെന്തു. അത് ഊറ്റി അങ്ങനെ അരി പെട്ടെന്ന് വെന്ത് കിട്ടിട്ടോ. റേഷൻ അരി ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ ഇത് വെന്തിട്ട് ഈ കലത്തിൽ ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, കുഞ്ഞാണിയാക്കാക്ക് ഇവിടെ നേന്ത്രപ്പഴം പുഴുങ്ങിയതാണ് കേട്ടോ ഇഷ്ടം. പച്ചയും കഴിക്കലുണ്ട്, പുഴുങ്ങിയത്. അപ്പോൾ ഒന്ന് ചായക്കടി നേന്ത്രപ്പഴം പുഴുങ്ങുകയാണ് കേട്ടോ. അപ്പോൾ അത് ചോറ് ഊറ്റിയതിന് ശേഷം നേന്ത്രപ്പഴം പുഴുങ്ങണം. പിന്നെ കുറച്ച് കപ്പുണ്ട് കേട്ടോ, കപ്പ പുഴുങ്ങാനുണ്ട്. അപ്പോൾ ആദ്യം അത് പുഴുങ്ങാൻ വിചാരിച്ചു. ഏതായാലും വേറൊരു കലത്തുമ്മേ കരി ആക്കാതെ ഈ ആയ കലത്തുമ്പോൾ തന്നെ ആക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഈ കലം മാത്രം കഴിക്കാൻ മതിയല്ലോ. അപ്പോൾ ചോറ് ഊറ്റിയതിന് ശേഷം ഞാൻ കലത്തിൻ്റെ ഉള്ളൊക്കെ കഴുകി കഞ്ഞിവെള്ളം അടച്ചു കഴുകി ഇതിൽ കപ്പ വേവിക്കണം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നേന്ത്രപ്പഴം വേവിക്കണം. അങ്ങനെ ഈ ഒരു കലം കൊണ്ട് എല്ലാ കുക്കിങ്ങും കഴിയണത്തോളം ഞാൻ അങ്ങനെ തന്നെ ചെയ്യും കേട്ടോ. പിന്നെ ഗ്യാസും വേണമെങ്കിൽ പിന്നെ നമുക്ക് ഏതെങ്കിലും അടുപ്പത്തൊക്കെ അല്ല ഏതെങ്കിലുമൊക്കെ പാത്രത്തിൽ വേവിക്കാം. അപ്പോൾ അത് കുഞ്ഞാണിയാക്കാക്കുള്ള പഴം, ചെറിയ കുഞ്ഞു പഴമാണ് കേട്ടോ. അത് വീഡിയോയിൽ വലുതായിട്ട് തോന്നുന്നുണ്ടെങ്കിലും. അപ്പോൾ അത് പുഴുങ്ങുകയാണ്. അപ്പോൾ ഇത്തിരി ഉപ്പിട്ട് പുഴുങ്ങിയാൽ മതി കേട്ടോ, അടിപൊളിയാവും. അപ്പോൾ ഇത് വെന്ത് വാങ്ങിയാൽ പിന്നെ കുഞ്ഞാണിയാക്ക ടാപ്പിങ് കഴിഞ്ഞ് വരുമ്പോൾ അത് കൊടുക്കാമല്ലോ വിചാരിച്ചിട്ടാണേ. പിന്നെ അത് കണ്ടോ, 2 തള തിളക്കുമ്പോഴത്തേനും അത് പെട്ടെന്ന് വെന്തും കിട്ടും. പഴം കുറേ സമയം വേവണ്ട. പിന്നെ ഞാൻ ഉപ്പേരി വയ്ക്കാൻ വേണ്ടിയിട്ട് ബീൻസ് അരിഞ്ഞ് വെച്ചിരിക്കണം. അതിൽ കാന്താരി മുളകുണ്ട്, കുറച്ച് നാളികേരമൊക്കെ ചതച്ചിട്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ടാണ്. ബീൻസ് ഉപ്പേരിയൊക്കെ കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. കാരണം അത് നമുക്ക് പിന്നെ വിളർച്ച മാറാൻ ഒക്കെ നല്ലതാണ് കേട്ടോ നമുക്ക് ബീൻസ് കഴിക്കുന്നത്. അപ്പോൾ ബീൻസ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയാലും അല്ലാതെയൊക്കെ നമുക്ക് കഴിക്കാം. നമുക്ക് പിന്നെ വിഷമില്ലാത്ത പച്ചക്കറിയൊന്നും കടയിൽ നിന്ന് കിട്ടൂല, എന്നാലും കിട്ടുന്നത് വാങ്ങി കഴിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ബീൻസ് ഞാൻ പയർ നുറുക്കും പോലെ ഇത്തിരി വലുതാക്കി നുറുക്കും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വെള്ളം ഊറ്റിയതിൻ്റെ ഇതൊക്കെ വെള്ളം കളഞ്ഞ് ഈ പച്ചമുളകും കുറച്ച് നാളികേരമൊക്കെ ചതച്ചിട്ട് ബീൻസ് ഉപ്പേരി വെച്ചാൽ നല്ല ടേസ്റ്റ് ആവും കേട്ടോ. ഇനിയിപ്പോൾ നാളികേരമൊന്നും ഇല്ലാതെ ഉണ്ടാക്കിയാലും ബീൻസ് ഉപ്പേരി രസമാവും. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള കപ്പ കേട്ടോ. അപ്പോൾ ആ കലത്തിൻ്റെ ഉള്ളിൽ കഴുകിയിട്ട് ആ കലത്തിൽ തന്നെ വെച്ചാൽ എന്ത് ചെയ്യുമെന്നറിയോ, നമുക്ക് വേറൊരു പാത്രം പരത്തേണ്ട കാര്യമല്ല, കരിയാക്കേണ്ട കാര്യമല്ല, തേച്ച് മോറല ആ ഒരൊറ്റ കലം മാത്രം കഴുകിയാൽ മതി. അപ്പോൾ ഇന്നിപ്പോൾ നോമ്പിന് എല്ലാവരും എന്തൊക്കെ ഉണ്ടാക്കുന്നത്? ഫസ്റ്റ് നോമ്പാണല്ലോ. എന്താണ് എല്ലാവരും ഉണ്ടാക്കുന്നത്? പത്തിരിയോ
ബിരിയാണിയോ നെയ്ച്ചോറോ എന്തൊക്കെയാണ് ഉണ്ടാക്കണത്. ഫസ്റ്റ് നോമ്പാവുകൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കേണ്ടതെന്നൊരു ബോധം ഒരു ഇതുണ്ടാവില്ല. ഒക്കെ ഉണ്ടാക്കണം, എല്ലാം കഴിക്കണം എന്നൊക്കെ തോന്നും. പക്ഷെ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കഴിക്കാൻ തോന്നൂല അല്ലേ. ഒന്നും കഴിക്കാൻ നമുക്ക് കഴിയില്ല. നോമ്പ് തുറന്ന് ആ വെള്ളം കുടിച്ച് വല്ല നാരങ്ങ അല്ലെങ്കിൽ അല്ലാത്ത വെള്ളമോ ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും കുടിച്ചാൽ പിന്നെ നമുക്ക് പിന്നെ ഒന്നും കഴിക്കാൻ നമുക്ക് തോന്നൂല. എല്ലാവരും അവസ്ഥ അതാണ്. എല്ലാവരും പറയും രാവിലെ മുതൽ കഴിക്കാതെ വൈകുന്നേരം പിന്നെ നോമ്പ് തുറക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം പോലെ കഴിക്കാമല്ലോ അങ്ങനെയൊക്കെ. അപ്പോൾ അത് പറച്ചിൽ തന്നെയാണ് കേട്ടോ. ആർക്കും അങ്ങനെ കഴിക്കാൻ കഴിയില്ല, അതാണ്. അപ്പോൾ ഞാൻ കപ്പ പുഴുങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും അതിന് പാകത്തിന് വെള്ളം ഒഴിച്ച് അടച്ച് വെച്ച് പെട്ടെന്ന് വെന്ത് കിട്ടുന്ന കപ്പയാണ് കേട്ടോ. ഉപ്പിട്ടിട്ട് ഒന്ന് ഇളക്കി അത് വേവിച്ചിട്ട് അതും വാങ്ങാം. പിന്നെ ഇതിലേക്ക് ഞാൻ പറഞ്ഞല്ലോ ഗസ്റ്റൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിന് ഞാൻ ചിക്കൻ ഉണ്ട് കേട്ടോ, ചിക്കൻ വെക്കണം. അപ്പോൾ കുറച്ച് നാളികേരം കറിക്കാണ്, കുറച്ച് നാളികേരം ഒരു മോര് കറി ഉണ്ടാക്കണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പേരിക്കും നാളികേരം ചിരകി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കാന്താരി ഇട്ട് കൊടുത്തിട്ട് ചതച്ചാൽ ഉപ്പേരിക്ക് ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ ഈ കാന്താരി വലിയൊരു എരിവൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഞാൻ കുറച്ച് പണികളൊക്കെ പുറത്തൊക്കെ പോയി ചെയ്ത് വന്നപ്പോഴത്തേനും കപ്പ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വെന്ത് കലങ്ങണ്ട വിചാരിച്ച് ഞാനത് വാങ്ങിട്ടോ. ഇതിലേക്ക് ചിക്കൻ കറി ഉണ്ട് കേട്ടോ. പിന്നെ അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ കപ്പ ഇത്രയേ ഉള്ളൂ. ഒരു ചെറിയൊരു കിഴങ്ങായിരുന്നു. അതിപ്പോൾ ഇനി നോമ്പൊക്കെ ആയാൽ പിന്നെ അത് എടുത്ത് വെച്ചിട്ട് കാര്യമില്ല, അത് കഴിക്കൂല. അപ്പോൾ ഇന്ന് തന്നെ പുഴുങ്ങുകയാണെങ്കിൽ അത് എപ്പോഴെങ്കിലുമൊക്കെ കഴിക്കാമല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ പുഴുങ്ങിയതാണേ. അപ്പോൾ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ കേട്ടോ ഉപ്പേരി ഉണ്ടാക്കുക. ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കടുക് പൊട്ടിച്ചിട്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നമ്മളിതിലേക്ക് നുറുക്കി വെച്ച ബീൻസ് അങ്ങോട്ട് ഇട്ട് കൊടുക്കും. ഉപ്പും ഇട്ടിട്ട് പിന്നെ പച്ചമുളക് നാളികേരം ചതച്ചിടുക. അത് നാളികേരം ചതക്കണില്ല എന്നുണ്ടെങ്കിൽ പിന്നെ പച്ചമുളക് കീറി കൊടുത്ത് ഇങ്ങനെ വേവിച്ചാലും ഇത് ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ നാളികേരം ഉണ്ടെങ്കിൽ അത് ചതച്ചിട്ട് കൊടുക്കുമ്പോൾ അത് വേറൊരു ടേസ്റ്റാവും. ബീൻസ് എങ്ങനെ വെച്ചാലും ടേസ്റ്റാണ്. നാളികേരം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലൊക്കെ അതിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ, ആ ചൊവ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബീൻസിൻ്റെ. അപ്പോൾ അത് ആ ഉപ്പേരി ഇങ്ങനെ വേവട്ടെ. അപ്പോൾ ആ പഴുത്ത കാന്താരി ഇട്ട് ചതച്ചതുകൊണ്ടേ നാളികേരത്തിൻ്റെ ഒരു ചുവന്ന കളറ്. എരിവ് കുറവാണ് ഈ മുളകിന്, വലിപ്പം വണ്ണം തന്നെ ഉള്ളൂ, എരിവ് അല്ലാതെയൊന്നുമില്ല. അപ്പം നല്ലോണം ഇളക്കി തട്ടി പൊത്തി അടച്ച് 5 മിനിറ്റ് അടച്ച് വെച്ചാൽ നമ്മൾ ഉപ്പേരി കുറച്ച് കഴിയുമ്പോഴത്തേന് വെന്ത് കിട്ടും. അപ്പോൾ ഇതിൻ്റെ അടിയിൽ വെള്ളം ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് വെള്ളം കുടഞ്ഞു കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ചാൽ മതി. വെള്ളം ഒഴിക്കരുത് കേട്ടോ. കാരണം ഈ പയറിൽ നിന്ന് നല്ലോണം വെള്ളം ഇങ്ങോട്ട് ഇറങ്ങി വരും. പിന്നെ നമ്മളിത് ഒഴിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോഴത്തേന് കാച്ചിൽ പുഴുങ്ങുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിക്കനൊക്കെ കഴുകി ഉള്ളിയും തക്കാളിയും ഇതിലേക്ക് ചതക്കാനുള്ള സംഭവങ്ങളൊക്കെ കഴുകി വാരി റെഡിയാക്കി വെച്ചേക്കണം. ഇതും കൂടി ഒന്ന് വേവിച്ചാൽ നമ്മളെ പണി പെട്ടെന്ന് അങ്ങോട്ട് തീർന്ന് കിട്ടും. അപ്പോൾ ഇനിയിപ്പോൾ വൈകുന്നേരത്തിന് 10 മണിക്ക് പിന്നെ ഉച്ചയാകുമ്പത്തിനൊന്നും പറഞ്ഞ് ഉണ്ടാക്കണ്ട. നോമ്പായാൽ പിന്നെ ഒരു നേരം മാത്രമേ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുകയുള്ളൂ ഉച്ചയ്ക്ക് ശേഷം. പിന്നെ ബാക്കിയുള്ളത് ഇതൊക്കെ ഞാനേ ഇതിൽ ചിക്കനിൽ വെക്കാൻ വേണ്ടിയിട്ട് ഇടുകയാണ് കേട്ടോ. ചതക്കണ കൂട്ടത്തിൽ ഗ്രാമ്പൂ, കറുകാപ്പട്ട, അതുപോലെ പിന്നെ എന്താപ്പോൾ ഇറച്ചിയിലിടുന്ന സാധനമല്ലേ, അതിൻ്റെ പേരിപ്പോൾ എന്താ, അതൊക്കെ ഇട്ടിട്ട് നമ്മൾ ഈ ഉള്ളിയൊക്കെ ഇഞ്ചിയൊക്കെ ചതക്കുന്ന കൂട്ടത്തിൽ അങ്ങോട്ട് ചതക്കുക. പിന്നെ ചെറിയൊരു ജാതിക്കേൻ്റെ ചെറിയൊരു കഷ്ണം കൂടി എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഫ്ലേവർ ഒന്ന് ഇട്ട് നോക്കൊണ്ട് ഈ ചിക്കനിൽ ഒരു രസമാണ് കേട്ടോ, നല്ല രസമാണ്. പക്ഷെ അധികം ആകരുത്. അധികമായാൽ ഒരു കുത്തുണ ചുവ വരും. അപ്പോൾ അതുകൊണ്ട് അധികം ആവാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇറച്ചിക്ക് പറഞ്ഞ സാധനം തക്കോലം എന്നാണ് കേട്ടോ അതിൻ്റെ പേര്. തക്കോലം, പിന്നെ ഗ്രാമ്പൂ, കറുകാപ്പട്ട, ചെറിയൊരു ജാതിക്കേൻ്റെ കഷ്ണം ഇട്ടിട്ട് നമ്മൾ ഇഞ്ചിയും പച്ചമുളകും പിന്നെ ഉള്ളികളൊക്കെ ഉണ്ടല്ലോ, വെളുത്തുള്ളിയൊക്കെ ചതക്കണ കൂട്ടത്തിൽ നല്ലോണം ചതച്ചതറ വയ്ക്കുക. എന്നിട്ട് ഉള്ളി വാട്ടിയിട്ട് തക്കാളിയും വാട്ടിയിട്ട് പൊടികളൊക്കെ ഇട്ട് വാട്ടിയിട്ട് അതിൻ്റെ മുന്നേ നമ്മൾ ചതച്ചതൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇട്ടിട്ട് നല്ലോണം വഴറ്റിയിട്ട് പിന്നെ നമ്മൾ കഴുകിയ ചിക്കൻ അങ്ങോട്ട് ആയിക്കൊണ്ട് ഇട്ട് കൊടുക്കാൻ, അത് തന്നെയാണ് പണി. എന്നാൽ പിന്നെ അപ്പോൾ അതങ്ങനെ ചിക്കൻ കറി റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ അതാണ് കാച്ചിൽ കേട്ടോ. കാച്ചിൽ നല്ല വെള്ള കാച്ചിലാണ്. അപ്പോൾ ഇത് അവർക്ക് വരുമ്പോൾ കൊടുക്കാമല്ലോ വെച്ചിട്ട് പുഴുങ്ങിയതാണ്. നല്ല വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ചിക്കൻ കറിയും കൂട്ടി ഇതും കൊടുക്കുക, ചോറും കൊടുക്കുക, പിന്നെ മോര് കറി ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ പാടെ ഇന്ന് അത് മതി. ഒരു നാടൻ ഫുഡാണ്, ഒരു
അതിലിപ്പോൾ സ്ഥിരമായിട്ടില്ലാത്ത ചിക്കന് ആണ് കേട്ടോ. ചിക്കന് ഞാൻ വെറൈറ്റി ആയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇങ്ങനെയൊക്കെ മസാലയൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ കപ്പ പുഴുങ്ങിയത് ഒരു പാത്രത്തിൽ ഒഴിവാക്കി. അപ്പോൾ ചിക്കൻ കറി വെന്തപ്പോൾ ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ ചക്കപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു റമദാൻ മാസം. പിന്നെ മോരുകാച്ചി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അത് ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് ഞാൻ കാണിച്ചു തരികയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നോമ്പിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ കൊണ്ട് ഞാൻ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീണ്ടും പറയണം, നല്ലൊരു റമദാൻ മാസം എല്ലാവർക്കും വേണ്ടി പറയുകയാണ്. അപ്പോൾ ചോറും ഒക്കെ വെന്ത് എല്ലാം റെഡി ആയിട്ടുണ്ട്. പണികളൊക്കെ ഒരുങ്ങി. അപ്പോൾ നാളെ മുതൽ നോമ്പ് നോക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.